ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഏറ്റവും ഒടുവിൽ വേൾഡ് കപ്പിനുള്ള സ്ക്വാഡ് പ്രഖ്യാപിച്ച പ്രധാനപ്പെട്ട ടീമുകളിൽ ഒന്നാണ് അർജന്റീന. സ്കലോണി നല്ല രൂപത്തിലുള്ള ഒരു സ്ക്വാഡ് തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട താരങ്ങൾക്ക് പുറത്ത് പോകേണ്ടി വന്നിരുന്നുവെങ്കിലും ലഭ്യമായ ഏറ്റവും മികച്ച താരങ്ങളെ സ്കലോണി അർജന്റീന ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും അർജന്റീന സ്ക്വാഡിൽ നിന്നും പുറത്തായ താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു 11 ഇപ്പോൾ സ്കോർ 19 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് നമ്മൾ പരിശോധിക്കുകയാണ്. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് അഗുസ്റ്റിൻ റോസി വരുന്നു. അതായത് ഫ്ലമംഗോക്ക് വേണ്ടി കളിക്കുന്ന അർജന്റീൻ ഗോൾ കീപ്പറാണ് അഗുസ്റ്റിൻ റോസി. അദ്ദേഹത്തിന് ഇടം നേടാൻ കഴിഞ്ഞിട്ടില്ല. ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വിങ് ബാക്ക് ആയിക്കൊണ്ട് ബെർണാബെ വരുന്നു. ഇന്റർനാഷണലിന് വേണ്ടി കളിക്കുന്ന താരമാണ്. കൂടാതെ വിയ്യാറയലിന്റെ യുവാൻ ഫോയ്ത്തിന് ഇടം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ സെന്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന കെവിൻ മാക്കാലിസ്റ്റർ, അതുപോലെ തന്നെ മാർക്കോ സെനസി, ഈ രണ്ടു പേർക്കും അർജന്റീന ടീമിൽ ഇടം നേടാൻ കഴിഞ്ഞിട്ടില്ല. സെനസിക്ക് അവസാനമായി കൊണ്ടാണ് സ്ഥാനം നഷ്ടമായത്. ബേൺമൗത്തിന് വേണ്ടി കളിക്കുന്ന താരമാണ് സെനസി. ഇനിയിപ്പോൾ ടോട്ടൻഹാമിന് വേണ്ടിയാണ് അദ്ദേഹം കളിക്കുക. ഇനിയിപ്പോൾ മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കോമോക്ക് വേണ്ടി കളിക്കുന്ന മാക്സിമോ പെറോണിന് സ്ഥാനം ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ റോമയുടെ സൂപ്പർ താരമായ മറ്റിയാസ് സുലേക്ക് സ്ഥാനം ലഭിച്ചിട്ടില്ല. ആസ്റ്റൺ വില്ല താരമായ എമി ബൂണ്ടിയക്കും സ്ഥാനം നഷ്ടമായിട്ടുണ്ട്. മുന്നേറ്റ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ റയൽ താരമായ ഫ്രാങ്കോ മസ്റ്റാൻഡുവോനോ ഇടം കണ്ടെത്തിയിട്ടില്ല. മോശം പ്രകടനമാണ് അദ്ദേഹത്തിന് തിരിച്ചടിയായത്. ചെൽസി താരമായ അലജാൻഡ്രോ ഗർണാച്ചോക്കും സ്ഥാനം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. സ്ട്രൈക്കർ പൊസിഷനിൽ വോക്കിൻ പനിച്ചെല്ലി വരുന്നു. അദ്ദേഹം ടീമിൽ ഇടം നേടിയിട്ടില്ല. അതിന്റെ കാരണം പരിക്കാണ്. പരിക്ക് കാരണമാണ് പനിച്ചെല്ലിക്ക് ഇപ്പോൾ തൻ്റെ സ്ഥാനം നഷ്ടമായിട്ടുള്ളത്. ഇങ്ങനെയാണ് അർജന്റീന സ്ക്വാഡിൽ ഇടം ലഭിക്കാതെ പോയ പ്രധാനപ്പെട്ട താരങ്ങൾ. ഇതിൽ ഏത് താരത്തെ ആയിരിക്കും അർജന്റീന മിസ് ചെയ്യുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പങ്കുവെക്കാം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീണ്ടും കാണാം.